ചിരി കുറച്ചും കൂടെ ഒന്ന് കൂട്ടാൻ, ആ സന്തോഷം ഒന്ന് കൂട്ടാൻ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ഈ ഒന്ന് ഉഷാറാവാൻ. അപ്പൊ പറഞ്ഞു വരുന്നത് മറ്റാരോ വരുന്നുണ്ട്, അടുക്കള കാണാൻ ആരോ വരുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണ ഈ അനുകരണമാണ് കല എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഓരോ കലയും അങ്ങനെയാണല്ലോ എപ്പോഴും. പക്ഷേ നോർമലി നമ്മൾ മിമിക്രി ചെയ്യുന്ന സമയത്ത് ഒരാളെ അനുകരിക്കുക, ഭാവത്തിലും രൂപത്തിലും ശബ്ദത്തിലൊക്കെ അനുകരിക്കുന്നത് ഒരു കലയാണ്, നമുക്കറിയാം. അത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷേ നമ്മളെപ്പോഴും വ്യത്യാസമായി ആരെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടാറുള്ളത്. വ്യത്യസ്തമായിട്ട് സാധാരണ മിമിക്രി ചെയ്യുന്ന കൂടുതലും എപ്പോഴും ആൺകുട്ടികളാണ്, ആണുങ്ങളാണ്. നമ്മളൊക്കെ ഞാനും ഒക്കെ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു മിമിക്രി. അങ്ങനെ ധാരാളം ഇപ്പോൾ കലാഭവൻ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം തന്നെ അതിൻ്റെ പേരിലുണ്ട്. അതിലൂടെ ഒരുപാട് സിനിമാ താരങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് കലാകാരന്മാരുണ്ടായി. ഇന്നും മിമിക്രി എന്ന കല കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അക്കൂട്ടത്തിലാണ് സാധാരണ പെൺകുട്ടികൾ അങ്ങനെ ആ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഒന്നോ എന്റെ പ്രസീത ഉണ്ടായിരുന്നു, പ്രസീത മിമിക്രി ചെയ്തിരുന്നു. ആദ്യ കാലഘട്ടം സിനിമയിലൊക്കെ വളരെ വിരളമായിട്ടാണ്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനൊരു സ്ഥാനം നേടുന്ന ഒരു ഡോക്ടർ മിമിക്രി എന്ന് പറയുന്ന ഡോക്ടർ അഖില. അഖിലയെ ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെരി ഗുഡ്. പ്ലീസ് വെൽക്കം അഖില. വെൽക്കം. താങ്ക് യു. അഖില, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഡോക്ടർ മിമിക്രി എന്നാണ് ഇട്ടിരിക്കുന്നത്. ഡോക്ടർ മിമിക്രി അതെന്താ മിമിക്രിയിലെ ഡോക്ടറേറ്റ് അല്ല, ഞാൻ അഖില പറഞ്ഞു തുടങ്ങട്ടെ. അല്ല, ഞാനൊരു ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ കണ്ണൂരായിരുന്നു വർക്ക് ചെയ്തത്, ഇപ്പോ ദ്വീപിലാണ്. ഈ ഡോക്ടർ അഖില എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ മലയാളികൾ പെട്ടെന്ന് വിചാരിക്കാൻ അല്ല, മിമിക്രി ഡോക്ടർ മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ചാനലുകളിലൂടെ അഖിലയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആറ്റിംഗ് ആണോ വീട് എന്ന് പറയുന്ന ഒരു ഡയലോഗ്, അത് ആസിഫ് അലി സോൾട്ട് ആൻഡ് പെപ്പറിൽ പറയുന്ന ഒരു ഡയലോഗാണ് ഏറ്റവും കൂടുതൽ അഖിലയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഞാനും അതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലല്ലേ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ചെയ്യും, പിന്നെ നന്നായി പാട്ട് പാടും, മെയിൽ സിംഗറുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഒരു അത്ഭുതം തോന്നിയത്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പലർക്കും ഇപ്പോൾ നമ്മുടെ വേദിയിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം ഡോക്ടർ അഖിലയുടെ ഓരോ പെർഫോമൻസ്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലായിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫാനാട്ടോ അഖില. ഏറ്റവും ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഏത് വോയിസ് ആണ്? എന്നാ നമുക്ക് ഒരു വോയിസ് കേൾക്കാം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി എനിക്ക് തരണം. ഓക്കെ, താങ്ക് യു. ആർട്ടിക്കലാണോ വീട്? അതെ, ഭാസ്കരേട്ടനും മുളപ്പൊലി തന്നെയുണ്ട്. ഐ ടോൾഡ് യു we were in Bangalore, so close. Coffee? Alla, coffee. No thanks. പക്ഷെ നിങ്ങളൊക്കെ വേറെ കാര്യം ശ്രദ്ധിച്ചോ? അഖില വരിക എന്ന് കേട്ടപ്പോ ഇതുവരെ ഇവിടെ വരാത്ത എല്ലാ ഗസ്റ്റിനെക്കാളും അനീഷേട്ടൻ ഒരു പൊടിക്ക് അല്ലേ അറിയോ? നേരിട്ട് പരിചയമുണ്ടോ സാർ? എനിക്ക് ഡബിങ്ങിലേക്ക് ഒരു സ്റ്റെപ്പിംഗ് സോൺ സാറാണ് എനിക്ക്. സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ എനിക്ക് ഡബ് ചെയ്യാനുള്ള ഒരു ചാൻസ് സാറായിട്ടാണ് എനിക്ക് തന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഡബിങ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ. അതായത് അഖിലയുടെ പെർഫോമൻസ് വളരെ ഞാൻ അടുത്ത ദിവസം നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ വോയിസ് അഖില പെർഫോമൻസ് കണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അഖിലയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ അഖില പറഞ്ഞു എനിക്ക് ഞങ്ങളുടെ നാടാണ് നെടുമങ്ങാടിനടുത്താണ്, ഞാൻ ചിറങ്കൽ. അപ്പോൾ അഖില പറഞ്ഞു എനിക്ക് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയൊരു ഷോർട്ട് ഫിലിം വരാനുണ്ട്, ഡിസൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നായികയ്ക്ക് ഒരു ശബ്ദം കൊടുക്കേണ്ട ഒരു സമയമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അഖില വന്ന് മനോഹരമായിട്ട്, വളരെ ഫസ്റ്റ് ടൈമാണ് തോന്നുകയില്ല, മനോഹരമായിട്ട് ഡബ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയാണ് വലിയ സന്തോഷം. അപ്പോൾ അഖില ഇവിടെ വരാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും അഭിമാനമാണ്. സന്തോഷം.